ഹലോ, വെൽക്കം ബാക്ക് ടു കുട്ടൂസ് വൈബ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല. ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട് സ്മിതേൻ്റെ വീട്ടിലേക്ക് പോകുന്ന വീഡിയോ ആണ്. അവളുടെ വീടുള്ളത് കൂർഗിലുള്ള സോമാർപേട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ രാവിലെ ഞാനൊരു 8:15 ഉള്ള ബസ്സിനാണ് മൈസൂറിന് ബസ് സ്റ്റാൻഡിൽ നിന്ന് കയറിയത്. അവളാണ് പറഞ്ഞ 8:15 ഷാർപ്പ് 8:15 ബസ് എടുക്കുന്നു. പറഞ്ഞ പോലെ ഒരു 8:10 ആയപ്പോഴത്തേക്കും ഞാൻ എത്തി. അങ്ങനെ ടിക്കറ്റും എടുത്ത് ബസ്സിൽ കയറിയിരുന്നു. പോകുന്ന വഴിയിലൊക്കെ നല്ല അടിപൊളി സീനറീസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ കുശാൽ നഗർ എത്തിയപ്പോഴാണ് ഈ കാണുന്നത് സോമവാരപേട്ടയിൽ പോവാൻ ഇനിയും 22 കിലോമീറ്റേഴ്സ് ഉണ്ടെന്ന്. അങ്ങനെ പോകുന്ന വഴി അവിടെ കുറേ കാപ്പിമരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൂർഗായണ്ട് ഓബ്വിയസ്ലി കുറേ കാപ്പിച്ചെടികളുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നാട്ടിലേക്ക് പോകുന്നതിൻ്റെ ഈ ഒരു സുഖം, ഈ ഒരു കേവ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ബൈക്കിലാണെങ്കിലും ബസ്സിലാണെങ്കിലും ഇതിൻ്റെ ഒരു വിൻഡോ സീറ്റിൽ ഇരുന്നിട്ട് ഒരു ഫീൽ കിട്ടുന്ന, ആ വിൻഡോ സീറ്റിൽ ഇരുന്നിട്ട് ഈ ഒരു കേവ് പറയാൻ പറ്റത്തില്ല, അത്രയ്ക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫൈനലി സോമാർപേട്ട് ബസ് സ്റ്റാൻഡ് എത്തി. സോമാർപേട്ട് ബസ് സ്റ്റാൻഡ് ആക്ച്വലി ഉള്ളത് ഒരു കുന്നിൻ്റെ മേലെയാണ്. പക്ഷെ അങ്ങോട്ട് പോകുന്ന ആ ഒരു വഴി നല്ല രസമാണ്. അങ്ങനെ ഞാനവിടെ എത്തി. ബസ്സിൽ നിന്ന് ഇറങ്ങിയപാട് സ്മിതേൻ്റെ കസിനാണ് എന്നെ കൂട്ടാൻ വന്നത്. അവിടെ നിന്ന് നേരെ ഞങ്ങൾ സ്മിതേൻ്റെ വീട്ടിലോട്ട് വിട്ടു. അങ്ങനെ ഞാൻ സ്മിതേൻ്റെ വീട്ടിലെത്തിയമ്പാട് ആൻറ്റി നല്ല അടിപൊളി ചൂട് റൊട്ടിയും പിന്നെ പൊട്ടാറ്റോ ഗ്രേവി ഇതായിരുന്നു ആൻറ്റി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ച് ഇരിക്കുമ്പോൾ ആക്ച്വലി സ്മിത വീട്ടിലില്ലായിരുന്നു. അപ്പോൾ സ്മിതേൻ്റെ കസിന് പറഞ്ഞു നമുക്ക് പുറത്ത് പോവാം, കുറച്ച് കസിൻസ് അവരെ ലൈക്ക് ഒരു സ്ഥലത്തുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് വിട്ടു. അങ്ങനെ ഉള്ളോട്ട് നടന്നു പോയപ്പോഴാണ് ഈ സംഭവം കാണുന്നത്. ഇവിടെ ഭക്ഷണം വെക്കാനുള്ള എല്ലാ സെറ്റപ്പും ആക്കിയിട്ടാണ് ഇവരെ ഫാമിലി വന്നേക്കുന്നത്. ഇവിടെ ആകെ 2 പേരേ ഉണ്ടായുള്ളൂ. ബാക്കിയുള്ളവരെ തേടി ഞാൻ മുന്നോട്ട് പോയി. അവിടെ ഇങ്ങനെ അടിപൊളി സ്ഥലമായിരുന്നു. ഈ കാണുന്നവരൊക്കെ ഇവിടെ ഫുള്ള് വെള്ളത്തിൽ കളിയായിരുന്നു. ഇവരെല്ലാവരും മക്കളും അവരെ മക്കളൊക്കെ കൂടി വന്ന് ഒരു ഫാമിലി ഗെറ്റ് ടുഗദറിന് വേണ്ടി വന്ന് അടിച്ചു പൊളിക്കുകയായിരുന്നു. ഐ റിയലി മിസ് മൈ ഫാമിലി അറ്റ് ദിസ് മൊമെൻറ്റ്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഇവരെ കൂടെ ഞാൻ ഈ മൊമെൻറ്റ് ഭയങ്കര എൻജോയ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ചെറുതായി മീനൊക്കെ പിടിച്ച് ഭക്ഷണത്തിനുള്ള സാധനങ്ങളൊക്കെ അങ്കിൾമാരൊക്കെ സെറ്റാക്കി വെച്ചു. അടുപ്പും സെറ്റാക്കി. അങ്ങനെ ആ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാനും ഇവരും കൂടി വെള്ളത്തിൽ കളിക്കണം എന്ന് പറഞ്ഞിട്ട് നേരെ ഒരു മാവിൻ്റെ കൊമ്പുണ്ടായിരുന്നു, അതിൽ കയറിയങ്ങി ഇരുന്നു. പക്ഷെ ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങിയില്ല, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ കാണുന്ന ആൾക്കാരൊക്കെ വെള്ളത്തിൽ ഫുൾ കളിയായിരുന്നു. ಆಕ್ಚುಲ್ ಬಿಹೇವಿಯರ್ ಇದು ಬಿದ್ರೆ ಟಾರ್ಜನ್ ನೀರೊಳಗಡೆ
ഒരു പണിയും തോറും ഇല്ലാത്തവർ എന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരുന്നതാണ് കേട്ടോ ഇയാൾ. അങ്ങനെ വെള്ളത്തിലത്തെ കളിയൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും കൂടി വെള്ളത്തിൻ്റെ നടുക്കിൽ നിന്നിട്ട് ഒരു ബോഡി ബിൽഡായ ആളും ബോഡി ബിൽഡാവാത്ത ആളും രണ്ടുപേരും കൂടി ബോഡി ഷോ ആയിരുന്നു. വെള്ളത്തിലത്തെ കളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ കര കയറിയമ്പാട് നല്ല അടിപൊളി ഗ്രേവി എന്ന് വെച്ചാൽ പോർക്ക് ഗ്രേവി, പിന്നെ ഗ്രിൽ ചിക്കൻ, അതല്ലാതെ ഫിഷ് ഗ്രേവി, ഫിഷ് കറി, ഇതൊക്കെയായിരുന്നു അവിടെ ഉണ്ടാക്കിയ സ്പെഷ്യലുകൾ. അവിടുത്തെ ഒരു ചേട്ടൻ ഉണ്ടാക്കിയ ഗ്രിൽ ചിക്കൻ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. ആക്ച്വലി റൈസ്, കടുബു ഇതൊക്കെ ആൻറ്റിമാർ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് വന്നു. പക്ഷേ ഫിഷ് ഗ്രേവി, ഫിഷ് കറി, പിന്നെ പോർക്ക് ഗ്രേവി ഇതൊക്കെ അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കുകയായിരുന്നു ചെയ്തത്. ഈ മോള് അവിടുത്തെ ഒരു ചേച്ചീൻ്റെ കുട്ടിയാണ്. അവളെല്ലാവരോടും കുറുമ്പും കാട്ടി തമാശ കളിച്ചും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ കുട്ടികളെ മരത്ത് കയറുന്ന കണ്ടിട്ട് ആൻറ്റി എനിക്കും കയറാൻ പറ്റും, ഞാനും കയറുമെന്ന് പറഞ്ഞ് ആൻറ്റി കയറാൻ നോക്കി. പക്ഷെ മരത്തിൻ്റെ കാൽഭാഗം എത്തിയുള്ളൂ. പിന്നെ പേടിച്ച് ആൻറ്റി വേഗം അവിടെ നിന്ന് ഇറങ്ങി. അവിടെയുള്ള ചില അങ്കിള് ബ്രാൻഡ് വിട്ട് മാറി കുടിക്കില്ല എന്ന് പറഞ്ഞ് അങ്കിള് ചോയ്സ് എന്ന് പറഞ്ഞ സംഭവം MC-യിലെടുത്ത് ഇട്ട് അവിടെ എല്ലാവർക്കും ഇത് അതാന്ന് പറഞ്ഞ് കൊടുത്തു. പക്ഷേ സ്റ്റാർട്ടിങ് ഒരു അങ്കിള് ഇത് അതല്ല എന്ന് പറഞ്ഞ് ടേസ്റ്റൊക്കെ നോക്കി ഓർപ്പിച്ചു. പക്ഷെ ഇനി ഒരാൾക്ക് കൊടുത്തപ്പോൾ അവരതും വിശ്വസിച്ചു, അതും കുടിച്ചു. ആക്ച്വലി കാട്ടിൻ്റെ ഉള്ളിൽ നിന്നൊരു ഒച്ച കേട്ട് അപ്പോൾ ഇവരൊക്കെ പറഞ്ഞു മാനെന്തോ വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്നതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തു വന്നു. അവസാനം ഞങ്ങൾ കണ്ടത് എന്താ, നിങ്ങളും കണ്ടോളൂ. അങ്ങനെ ഭക്ഷണങ്ങളൊക്കെ റെഡിയായി എല്ലാവരും പോയിരുന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി കിടിലൻ ടേസ്റ്റുള്ള ഫിഷ് കറി, ഞാൻ പിടിച്ച മീൻ എനിക്ക് തന്നെ കിട്ടിയായിരുന്നു. അങ്ങനെ കടുബു, റൈസ്, അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ കഴിച്ചു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും റെസ്റ്റൊക്കെ എടുത്ത് എല്ലാ സാധനവും പാക്കാക്കി തിരിച്ചു പോകാൻ നിൽക്കുന്ന സമയത്ത് ദാ ഇയാളെത്തി. വൈകുന്നേരം ആയപ്പോൾ എല്ലാവരും കൂടി സ്മിതേൻ്റെ കസിൻ്റെ വീട്ടിൽ പോയി. അവിടെ ഒരു പോക്കറിനുണ്ടായിരുന്നു. അവനും ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഒത്തിരി നേരം വർത്തമാനം പറഞ്ഞ് ടൈം സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഒരു സന്ധ്യ സമയത്തേക്കും ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. അപ്പോഴത്തേക്കും സ്മിതേൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് വന്നായിരുന്നു. ഒരു ക്ലോസ് ഫ്രണ്ടിൻ്റെ മാരേജ് കഴിഞ്ഞായിരുന്നു, ന്യൂലി മാരീഡ് കപ്പിൾസ് ആയിരുന്നു. അവരും കൂടി വന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു റൗണ്ട് ഊനൊക്കെ കളിച്ച് എല്ലാവരും കൂടി ടൈം സ്പെൻഡ് ചെയ്തു. അങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് കസിൻസിൻ്റെ കൂടെ ഗുസ്തിയൊക്കെ കഴിഞ്ഞ്
ഞങ്ങൾ കിടന്നുറങ്ങി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. അടുത്ത ദിവസത്തെ വിശേഷങ്ങളായി വീണ്ടും വരുന്നവരെ ബൈ.